എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ വന്ദനം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം എൻ്റെ യാത്രകളെല്ലാം കഴിഞ്ഞ് വീണ്ടും നിങ്ങളിലേക്ക് എത്തുവാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. എന്നെ സ്നേഹത്തോടെ കാത്തിരുന്ന മെസ്സേജുകൾ അയച്ച എൻ്റെ പ്രിയപ്പെട്ട യൂട്യൂബ് കുടുംബത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് വളരെ ഗൗരവമേറിയ എന്നാൽ നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. രാജ്യാതിർത്തികൾ കാക്കാൻ നമ്മുടെ നാളെയുടെ സമാധാനത്തിനു വേണ്ടി സ്വന്തം ജീവൻ ബലി നൽകിയ ധീര ദേശാഭിമാനികളെ ഓർക്കുന്ന ദിവസമാണ് മെമ്മോറിയൽ ഡേ. അവരുടെ ആ വലിയ ത്യാഗത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഈ വേളയിൽ അതിനേക്കാൾ എത്രയോ വലിയൊരു ത്യാഗത്തിൻ്റെ കഥയാണ് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കുവാനുള്ളത്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം എന്താണ്? മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഒരു സൈനികൻ തൻ്റെ രാജ്യത്തുള്ളവരുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ നൽകുമ്പോൾ വിശുദ്ധ ബൈബിളിൽ യോഹന്നാൻ 15:13 പറയുന്ന ഒരു വലിയ സത്യം അവിടെ തെളിയുകയാണ്. തൻ്റെ സ്നേഹിതന്മാർക്കു വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹം ആർക്കുമില്ല. തൻ്റെ സ്നേഹിതന്മാർക്കു വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹം ആർക്കുമില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതിനപ്പുറം നിൽക്കുന്ന ഒരു സ്നേഹമുണ്ട്. സൈനികർ ജീവൻ നൽകിയത് തങ്ങളെ സ്നേഹിക്കുന്നവർക്കും സ്വന്തം ദേശക്കാർക്കും വേണ്ടിയാണ്. എന്നാൽ യേശുക്രിസ്തു തൻ്റെ ജീവൻ നൽകിയത് തന്നെ സ്നേഹിച്ചവർക്ക് വേണ്ടി മാത്രമല്ല, തന്നെ തള്ളിക്കളഞ്ഞവർക്കും പാപികളായ മുഴുവൻ മനുഷ്യവർഗത്തിനും വേണ്ടിയാണ്. കാൽവരി ക്രൂശിൽ അവൻ തൻ്റെ ജീവൻ അർപ്പിച്ചത് നമുക്ക് പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും നിത്യമായ സ്വാതന്ത്ര്യം തരാൻ വേണ്ടിയാണ്. മൺമറഞ്ഞുപോയ വീരന്മാരുടെ ഓർമ്മകൾ നമ്മെ നന്ദിയുള്ളവരാക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ക്രൂശിലെ ത്യാഗം നമ്മെ നിത്യരക്ഷയ്ക്കും പ്രത്യാശയിലേക്കും നയിക്കുന്നു. ഇന്നലെ നമ്മൾ മെമ്മോറിയൽ ദിനം ആചരിച്ചുവല്ലോ. ഈ മെമ്മോറിയൽ ദിനത്തിലും ഈ ആഴ്ചയിലുടനീളവും നമ്മുടെ ഇന്നത്തെ സമാധാനത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി സ്വന്തം ജീവൻ ബലി നൽകിയ ആ ധീര വ്യക്തികളുടെ വലിയ ത്യാഗത്തെ നമുക്ക് നന്ദിയോടെ സ്മരിക്കാം. ഒപ്പം യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച നിത്യമായ ആത്മീയ സ്വാതന്ത്ര്യത്തെ ഹൃദയത്തോടെ ഏറ്റുവാങ്ങാം. ഇനി മുതൽ കൃത്യമായ ഇടവേളകളിൽ ആത്മീയ ചിന്തകളും പ്രത്യാശ നൽകുന്ന സന്ദേശങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഇത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനകളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. ദൈവം നിങ്ങളെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നന്ദി. ഗോഡ് ബ്ലെസ് യു.